പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷീജാവധം അധ്യായം 10 ക്രൈം ത്രില്ലർ നോവലിലേക്ക്. സർ, ഇവിടുന്ന് ഇവർ പറഞ്ഞു അവരെ ബലാത്സംഗം ചെയ്തുവെന്നും അവരെ വല്ലാതെ ഉപദ്രവിച്ചുവെന്നും. അത്ര മാത്രമേ ബിലാലിന് അറിയുകയുള്ളൂ. സത്യമായും എനിക്ക് നാട്ടിലെ അമ്മയും അബ്ബയും പെങ്ങന്മാരും ഉണ്ട് സർ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സർ. എങ്ങനെയാണ് ഇത്ര വൃത്തിയായി മലയാളം പഠിച്ചത്? എൻ്റെ നാട്ടിലെ കുറേ ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് സർ. അവരുടെ ഒപ്പം ഒരു 12 വയസ്സിലെത്തിയതാണ് ഞാൻ. ഹോട്ടലിൽ പാത്രം കഴുകിയും മേശ തുടച്ചും അങ്ങനെ ഞാൻ എല്ലാവരുമായി അടുത്തിരുന്നു സർ. പൈസ നാട്ടിലെത്തുമ്പോൾ അബ്ബായിക്ക് വലിയ സന്തോഷമായിരുന്നു. പെങ്ങന്മാരെ സ്കൂളിൽ വിടുന്നുണ്ട്. റൊട്ടിയും ഉരുളക്കിഴങ്ങ് ബാജിയും ആഴ്ചയിലൊരിക്കൽ ഇറച്ചിയും വാങ്ങാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്നും ഞാൻ പഠിച്ചതാണ് സർ മലയാളം. ഇപ്പോൾ ബിലാലിന് എന്ത് പ്രായമുണ്ട്? 25 സർ. അനിയത്തിമാർ ചെറുതാണ്. ഒരാൾ 8, ഒരാൾ 10. അബ്ബായ്ക്ക് ശ്വാസം മുട്ടലാണ്. ജോലിക്ക് പോകാൻ കഴിയില്ല. എല്ലാത്തിനോടും നന്നായി സംസാരിക്കുന്ന അവൻ്റെ നിഷ്കളങ്കത എല്ലാം വല്ലാതെ വിഷമിക്കുന്നത് പോലെ. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാതെ സത്യൻ കുഴങ്ങുകയായിരുന്നു. ബിലാൽ, നിനക്കിതിനു മുമ്പ് എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടോ? ഐശ്വര്യയുടെ ചോദ്യത്തിൽ അവനൊന്ന് ചെറുതായി ചിരിച്ചു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പോലീസ് എന്ന് പറഞ്ഞ. ഇപ്പോൾ അതൊക്കെ മാറി. എന്നെ ഓരോന്ന് ചോദിച്ച് കുറേ തല്ലി, മൂത്രം കുടിപ്പിച്ചു, കൊല്ലുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാനൊരു കേസിലില്ലായിരുന്നു. ബിലാൽ സെക്സ് വീഡിയോ കാണാറുണ്ടോ? സത്യൻ്റെ ചോദ്യത്തിൽ അവൻ അയാളെ ഒന്ന് തുറച്ചു നോക്കി. ഇല്ല സർ. സത്യൻ ഫോൺ തുറന്ന് കുറച്ച് വീഡിയോസ് അവന് കാണിച്ചു കൊടുത്തു. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ബിലാലിൻ്റെ ഫോണിൽ വന്നത്? സർ, ഞങ്ങളുടെ നാട്ടിൽ നിന്നും വന്ന കുറച്ചാളുകൾ ഒരുമിച്ചായിരുന്നു താമസിച്ചത്. വീട്ടിൽ കുറച്ച് കൂടുതൽ പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഹോട്ടൽ ജോലി ഒഴിവാക്കി കെട്ടിടപ്പണിക്ക് കയറി. അവരിൽ 2-3 പേർക്ക് ഫോൺ വിളിക്കാനില്ലായിരുന്നു. അവർ വീട്ടിൽ വിളിക്കാനും ടൈം പാസ് ചെയ്യാനും എൻ്റെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അവർ ആവാനാണ് സാധ്യത. അപ്പോൾ ബിലാലിൻ്റെ വീഡിയോ ആണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരു ആടിനെ പീഡിപ്പിക്കുന്നത്. 2 കൈകൾ കൂപ്പി അവൻ സത്യൻ്റെ കാലിലേക്ക് വീണു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ. അതെൻ്റെ അല്ല. ആ വീഡിയോ കാണിച്ച് എന്നെ ഇവർ ഒരുപാട് ഉപദ്രവിച്ചു. മൂത്രമൊഴിക്കുമ്പോൾ ഇപ്പോൾ നീറ്റലും ചോരയാണ് സാർ. ബിലാലിനെ പോലീസ് വിളിച്ചിട്ട് എന്താണ് പറഞ്ഞിരുന്നത്? നാട്ടിലായിരുന്നു സാർ. എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഒരു സാറാണ്, ജൻകുമാർ എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. എന്നിട്ട് ബിലാൽ എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്? സാർ, അപ്പോൾ തന്നെ ടിക്കറ്റ് നോക്കി. തൽക്കാലിൽ ടിക്കറ്റ് എടുത്ത് 3 ദിവസം കൊണ്ട് നാട്ടിൽ നിന്ന് വന്നു. എന്നിട്ട് ബിലാൽ എന്താ ചെയ്തത്? പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ആകെ പേടിയായിരുന്നു സാർ. എല്ലാവരും എന്നെ നോക്കുകയും മുരളുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഐശ്വര്യ ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാറ് വന്നു. എവിടെയാണ് വീട്, എപ്പോഴാണ് നാട്ടിൽ പോയത് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് താൻ ഏത് ഡേറ്റിനാണ് നാട്ടിൽ പോയത്? സാർ, ഞാൻ 2016 ഏപ്രിൽ 28-നാണ് പോയത്. എത്ര മണിക്ക്? 7 മണിക്ക്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? ഞാൻ നാട്ടിൽ പോകാറുള്ളത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ്. ഇതിനു മുമ്പ് നാട്ടിൽ പോയപ്പോൾ എടുത്ത ടിക്കറ്റുകളും ഇതിലുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സാർ ട്രെയിൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് അവർ എന്ത് പറഞ്ഞു? പോയിക്കോളാൻ പറഞ്ഞു സാർ. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുന്ന് പോന്നു സാർ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു. എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവിടെ തന്നെ നിൽക്കണം, വേറെ എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വന്നു സാർ. എൻ്റെ മുഖം അവർ കറുത്ത മുഖം മൂടി കൊണ്ട് മറച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് ഷിജയെ കൊന്ന കേസിൽ പ്രതിയാണ് ഞാനെന്ന്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാർ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. സാരല്ല, താൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഞങ്ങൾ രക്ഷിക്കാം. ഐശ്വര്യ അവനോട് അങ്ങനെ പറഞ്ഞപ്പോൾ സത്യൻ അവളെ നിന്ന് നോക്കി. ജയിലിൽ നിന്നും ബിലാലിനെ കണ്ടിറങ്ങിയപ്പോൾ ഇത്രയും നാൾ കണ്ടതും കേട്ടതും അല്ല കേസ് എന്നതുപോലെയായിരുന്നു സത്യൻ. സാർ, ഇനി എന്താണ്? എടോ, നമുക്കൊന്ന് നമ്മുടെ ക്രിമിനൽ ലോയർ കാളൂരിനെ ഒന്ന് കാണണം. എൻ്റെ ദേവി, ആ പിശാചിനെ എന്തിനാ കാണുന്നത്? ഇവിടെ നമ്മളൊരു പവർ പ്ലേയ്ക്ക് ഒരുങ്ങുകയാണ്. താൻ നോക്കിക്കോ. GPS നോക്കി സ്ഥലം നോക്കി കാളൂർ വക്കീലിൻ്റെ വീടിനെത്തിയപ്പോൾ സത്യന് അയാൾ അവിടെ ഉണ്ടാവുമോ എന്ന് സംശയമായിരുന്നു. ഭാഗ്യം, അവിടെ ഉണ്ട് വണ്ടി. കാർപോർച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. വക്കീലിൻ്റെ ഓഫീസിൽ മുറിയിൽ ഇരുന്നപ്പോൾ അയാൾ പതിയെ തലയുയർത്തി നോക്കി. വക്കീലെ, ഞാൻ സത്യൻ, SI ആണ്. എന്താ സാർ ഈ വഴി? നിങ്ങളെല്ലാവരും കൂടി ആ പാവത്തിൻ്റെ തലയിൽ കൊലക്കുറ്റം ചേർത്തിയില്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ശരീരം മുഴുവൻ ഒന്ന് കുലുങ്ങി. ശരിക്കും സിനിമാ നടൻ തിലകനെ പോലെ ഒരാൾ.
സാർ, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആ കേസൊന്ന് റീഓപ്പൺ ചെയ്യണം. എന്താ ഇപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം? നിങ്ങൾ തന്നെയല്ലേ അന്ന് ആ പ്രതിയെ കൂടെ പിടികൂടിയ സംഘത്തെ നിയന്ത്രിച്ച ഉദ്യോഗസ്ഥൻ? ശരിയാണ് സാർ, പക്ഷേ എത്തിക്സ് എന്ന് പറയുന്നൊന്നുണ്ടല്ലോ. ആരോ കുരുക്കിയൊരു വലയിൽ അവൻ വന്ന് വീഴുകയായിരുന്നു. അവനൊരു പാവമാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. കോടതിയിൽ അയാളാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. പ്രതിക്ക് വേണ്ടി ഹാജരായ സക്രിയ വക്കീലിന് പ്രതിയുടെ കുറ്റസമ്മതത്തോടെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കേണ്ടി വന്നത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ശരിയാണ് വക്കീലെ. വക്കീൽ പറഞ്ഞതുപോലെ അവൻ കുറ്റം ചെയ്തു എന്ന് അവൻ പറയുന്നത് പോലീസിന്റെ പീഡനങ്ങൾ പേടിച്ചാണ്. ഇനിയൊരു പക്ഷേ അവൻ അനുകൂലമായി ഒരു നിലപാട് വന്നാൽ അവൻ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ കോടതി അവൻ ചെയ്തതിൻ്റെ തെളിവുകളെല്ലാം ശേഖരിച്ച് അവന് തൂക്കുകയർ ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പില്ലല്ലേ വക്കീലെ. അതുകൊണ്ടാണ് ഞാൻ വക്കീലിനെ കാണാൻ വന്നത്. ഒരു തെളിവും അവന് പ്രതികൂലം അല്ല. എല്ലാം അവന് അങ്ങനെ നിർമ്മിച്ചതാണ്. അതിൻ്റെ ലൂപ്പ് ഹോൾസ് ഞാൻ വക്കീലിന് തരാം. പിന്നെ സക്രിയ വക്കീൽ ഈ കേസിൽ നിന്ന് ഒഴിവാകും. അപ്പോൾ അവനെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടിവിച്ച് ഇവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാലും സാർ, ഒരു ചാമിയുടെ കേസ് കൊണ്ട് തന്നെ കാലനെ കാണുന്ന പോലെയാണ് ആളുകൾ എന്നെ കാണുന്നത്. അതിനിടയിൽ ഇതും കൂടി. വക്കീലെ, ഇത് അങ്ങനെയുള്ളൊരു കേസല്ല. ഇതിന് വേറെ ഒന്നും പറയരുത്. നാളെ ഈ കേസിന് ഒരു പുതിയ മുഖമുണ്ടാവും. ഷീജ പാർട്ട് ടൈമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കോളജി സഹപാഠികൾ എല്ലാവരും ചേർന്ന് പോലീസ് ആദ്യം വരച്ച പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രവുമായിട്ട് നിയമസഭയിലേക്കൊരു മാർച്ചുണ്ട്. ഈ അന്വേഷണം വെറും മുഖമുറ മാത്രമല്ല എന്നും ബിലാലിനെ അല്ല പ്രതി എന്നും അവർ മുദ്രാവാക്യം വിളിക്കും. അതോടൊപ്പം ഹൈക്കോടതിയിൽ പ്രതിയായി ചൂണ്ടിക്കാണിച്ച ബിലാലിന് വേണ്ടി ചില അനുകൂല തെളിവുകൾ വെച്ച് ഒരു പൊതു താൽപ്പര്യ ഹർജി സമർപ്പിക്കും. അതോടെ നാളെ മുതൽ സംസാര വിഷയം അതാവും. ആ ഹർജി സമർപ്പിക്കുന്നത് വക്കീലാവണം. സത്യൻ ഐശ്വര്യയെ നോക്കി. ഐശ്വര്യ ലാപ്ടോപ്പ് തുറന്ന് അതിൽ നിന്നും ഒരു രേഖാചിത്രം എടുത്തു കാണിച്ചു. വക്കീലെ, ഇതാണ് പോലീസ് ആദ്യം വരച്ച രേഖാചിത്രം. അടുത്ത വീട്ടിലെ സ്ത്രീ വള്ളിയിലൂടെ തൂങ്ങി അടുത്ത തോട്ടിൽ നിന്ന് മുഖവും കാലും കഴുകിപ്പോയി എന്ന് പറഞ്ഞ ആളുടെ ചിത്രം. ഈ കൊലപാതകം ചെയ്തത് ഇവനാണ് എന്നാണ് പറയുന്നത്. പിന്നെ ബിലാലിൻ്റെ ചിത്രം കാണിച്ചു. ഇത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി. ഇതിൽ യാതൊരു സാമ്യതയും ബിലാലും ഈ ചിത്രത്തിൽ കണ്ട പ്രതിയുമായി ഇല്ല. അപ്പോൾ ഇതാരാണ്? അയൽവക്കത്തെ സ്ത്രീ രേഖാചിത്രം കണ്ട് ഇതേ ആളെയാണ് കണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥ പ്രതി എവിടെ? ബിലാൽ ഈ കൃത്യം നടക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു എന്ന് പറയുന്നു. ആ സമയത്തെ വീഡിയോ ക്ലിപ്പ് വേണം. ബാക്കിയെല്ലാം വക്കീലിന് വേണ്ട സമയത്ത് ഞാൻ എത്തിച്ചേരും. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം ഞാൻ ഈ കേസ് രഹസ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. സാറ്, നിങ്ങൾ കരുതിയതുപോലെയല്ല ഈ കേസ്. ഈ നാടിനെ തന്നെ കുലുക്കാൻ പറ്റുന്ന ഒരു ആറ്റം ബോംബാണിത്. നിങ്ങളും ഞാനും കണ്ടതിനപ്പുറം ഇതിന് പിന്നുള്ളത് അവരാണ്. വക്കീൽ അത് പറഞ്ഞു നിർത്തിയപ്പോൾ ഐശ്വര്യം സത്യം മുഖത്തോട് മുഖം നോക്കി. ആരാണ് വക്കീലെ? വക്കീൽ പൊട്ടിച്ചിരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കൂടെ ഒന്ന് കൂടണം. എല്ലാവർക്കും അപ്പം വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.